അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. നാടിനെയും നാട്ടുകാരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു മരണവാർത്തയാണ് നിങ്ങളെ എനിക്ക് അറിയിക്കാനുള്ളത്. എല്ലാവരും ദുആ ചെയ്യണം. ഒരു 3 വയസ്സുകാരൻ്റെ മരണം സഹിക്കാൻ പറ്റില്ല. പടച്ചറബ്ബ് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. ആമീൻ. സഹോദരിയെ സ്കൂൾ വാനിൽ നിന്നും ഇറക്കാൻ പോയതായിരുന്നു 3 വയസ്സുകാരൻ. അതേ വാനിടിച്ച് മരണപ്പെടുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതും അപകടം നടക്കുന്നത് ഉമ്മയുടെ കൺമുന്നിൽ വെച്ച്. പടച്ച റബ്ബേ, ആ മാതാവിന് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ. ഈ ഒരു വേദനിപ്പിക്കുന്ന വാർത്ത വന്നിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. ഇന്ന് സോഷ്യൽ മീഡിയ മൊത്തം ഈ ഒരു വാർത്തയായിരുന്നു. കോഴിക്കോട് മാനിപുരത്തുണ്ടായ വാഹനാപകടത്തിലാണ് ഈ 3 വയസ്സുകാരൻ മരണപ്പെട്ടു പോയത്. മാനിപുരം സ്വദേശി മുനീറിൻ്റെ മകൻ ഉവൈസാണ് മരണപ്പെട്ടത്. ഇതുപോലുള്ള ഒരുപാട് മരണവാർത്തകൾ നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്തിട്ടുമുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ. ഇതുപോലുള്ള മരണത്തെ തൊട്ട് പടച്ചറബ് എല്ലാവരെയും കാക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പടച്ചറബ് നൽകുമാറാകട്ടെ. ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു. ആ നാടിനെ മൊത്തം ഇന്ന് കണ്ണീരിലാഴ്ത്തി ആ പൊന്നുമോൻ പടച്ചറബിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. സ്കൂള് വിട്ടു വരുന്ന സഹോദരിയെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഉമ്മയോടൊപ്പം ആടിപ്പാടി ഉത്സാഹത്തോടെ പോയതായിരുന്നു ആ പൊന്നുമോൻ. സഹോദരിയെ വാനിൽ നിന്നും ഇറക്കി ഡോറടക്കുന്ന സമയം ഉമ്മയുടെ കൈവിട്ടു പോയ കുഞ്ഞ് സഹോദരി വന്നിറങ്ങിയ അതേ വാനിൻ്റെ മുന്നിൽ പെടുകയായിരുന്നു. വീടിൻ്റെ മുന്നിൽ വെച്ച്, ഉമ്മയുടെ കൺമുന്നിൽ വെച്ചായിരുന്നു ഇത് സംഭവിച്ചത്. സുബ്ഹാനല്ലാഹ്, ആ മാതാവിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്കറിയില്ല. പടച്ചറബ്ബേ, ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ഇതുപോലുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണമേ റബ്ബേ. അതുപോലെ തന്നെ വേറൊരു വേദനിപ്പിക്കുന്ന വാർത്ത വന്നിരിക്കുന്നത് ആലുവയിൽ നിന്നാണ്. ആലുവ തായിക്കാട്ടുകര സ്കൂൾ കോംപ്ലക്സിലെ LP സ്കൂൾ അധ്യാപിക ഷബ്രീന ബക്കർ എന്ന 30 വയസ്സുകാരിയുടെ മരണം ആ നാടിനെയും നാട്ടുകാരെയും ആ സ്കൂളിനെയും കണ്ണീരിലാഴ്ത്തിയ, ദുഃഖത്തിലാഴ്ത്തിയ ആ ഒരു മരണം. വിദ്യാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കും പ്രിയങ്കരിയായ അധ്യാപികയായിരുന്നു. അവരുടെ പെട്ടെന്നുള്ള വിയോഗം അവരെയും നാടിനെയും ഒന്നായി കണ്ണീരിലാഴ്ത്തി. സങ്കടം സഹിക്കാൻ പറ്റാതെ ആ നാടും നാട്ടുകാരും സഹപ്രവർത്തകരും കഴിഞ്ഞ ഞായറാഴ്ച വെളുപ്പിന് സ്ട്രോക്ക് ബാധിതയായി കോലാഞ്ചേരി മെഡിക്കൽ കോളേജിലെ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നുവെങ്കിലും ആ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ അധ്യാപിക ജോലിയിൽ തൻ്റെ മികവ് സമർപ്പിച്ചിരുന്നു. കുട്ടികളോടുള്ള സ്നേഹവും സഹപ്രവർത്തകരോടുള്ള ആ ഒരു അടുപ്പവുമാണ് അവരുടെയൊക്കെ മനസ്സിൻ്റെ താളം തെറ്റിപ്പോയത്. മരണവാർത്ത അറിഞ്ഞതോടുകൂടി ആ നാടും സ്കൂളുമൊക്കെ ദുഃഖാന്തരീക്ഷം ആഞ്ഞു വീശി. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, അത്രയ്ക്ക് സ്നേഹമായിരുന്നു, അത്രയ്ക്ക് നല്ല ഒരു സ്ത്രീയായിരുന്നു ഏവർക്കും ഇഷ്ടമുള്ള. എന്ത് ചെയ്യാൻ, പടച്ചറബിൻ്റെ വിളിക്ക് ആർക്കും ഉത്തരം നൽകാതിരിക്കാൻ പറ്റില്ലല്ലോ. മരണം അങ്ങനെയാണ്. ചില മരണങ്ങൾ നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചായിരിക്കും അവർ നമ്മെ വിട്ട് വിട പറഞ്ഞു പോവുക. പടച്ചറബ് പെട്ടെന്നുള്ള പൊടുന്നനെയുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്യുക, അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് ദുആ മാത്രം. പ്രിയപ്പെട്ടവരെ, എല്ലാവരും സ്നേഹത്തോടും ഐക്യത്തോടും പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നോക്കുക. ഇന്ന് കണ്ടവരെ നാളെ കാണാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പരസ്പരം ദേഷ്യം വെച്ചതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ഒന്നും നേടിയെടുക്കാനില്ല. എല്ലാം നേടിക്കൊണ്ടായിരിക്കണം നമുക്ക് പടച്ചറബിലേക്ക് മടങ്ങാൻ. അതിന് പടച്ചറബ് നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. അർഹമുറാഹിമായ റബ്ബേ, പടച്ച റബ്ബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ.
ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, പെട്ടെന്നുള്ള പൊടുന്നനെയുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കണേ റബ്ബേ. കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആ കുഞ്ഞു പൈതലിനെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിച്ചേക്കണേ റബ്ബേ. സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. അവരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ അല്ലാ. സമാധാനം നീ കൊടുക്കണേ റബ്ബേ. മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരലേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവനും ജീവിതവും നമ്മുടെ മക്കളാണല്ലാ. നമ്മുടെ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരലേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കേവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കേവർക്കും നൽകണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ആരും മുഷിപ്പ് തോന്നരുത്, മരണപ്പെട്ടവരാണ്. എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.